സാർ, അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു വ്യാപാര കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ വ്യാപാര കരാർ ഒപ്പുവെച്ചോ ഈ ഒപ്പുവെക്കാൻ പോകുന്നതേ ഉള്ളോ എന്നൊക്കെ തരത്തിൽ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്തു. മാത്രമല്ല, ഇത് ഇന്ത്യക്ക് ദോഷകരമാണെന്ന് പറയുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏതാണ്ട് സീറോ താരിഫിൽ ഇവിടെ വിറ്റഴിക്കാന്ന് പറയുന്നു. കാർഷിക മേഖല, അതുപോലെ ഡയറി ഫാം, ഇതൊക്കെ തന്നെ തകരും എന്ന് പറഞ്ഞു. മൊത്തത്തിലൊരു അവ്യക്തത അതിൻ്റെ അകത്തില്ല. അതിൻ്റെ അകത്തുള്ള അവ്യക്തത ഉണ്ടാക്കിയത് ട്രംപാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇത് കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും കൂടി കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞിട്ട് ഒരു സംയുക്ത പത്രസമ്മേളനം നടത്തുക എന്നുള്ളതാണ് മര്യാദയും അന്തസ്സും രാജ്യങ്ങൾ തമ്മിൽ. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് രണ്ടുപേരും ഇവിടെ വന്നു, ഉർസുലയും ഡക്കോസ്റ്റയും വന്നല്ലോ. അത് കഴിഞ്ഞ് ആ ചർച്ചയ്ക്ക് അവസാന രൂപമായിട്ട് സംയുക്ത പത്രസമ്മേളനം നടത്തിയില്ലേ മോദിയും ഉർസുലയും തമ്മിൽ. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോ ജയശങ്കർ വാഷിങ്ടണിലുണ്ട്, വിദേശകാര്യമന്ത്രി. കരാർ ആയി കഴിഞ്ഞിട്ട് സംയുക്ത പത്രസമ്മേളനം നടത്തി. ഇതാണ് ഈ അന്തസ്സുള്ള പരിപാടി നയതന്ത്ര രംഗത്ത്. ട്രംപ് അത് ചെയ്തില്ല എന്നുള്ളത് ഇതിനൊരു അവസാന രൂപമായി കഴിഞ്ഞപ്പോൾ അയാള് ഈ വൺ അപ്പ് മാൻഷിപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഞാൻ മഹാൻ എന്നുള്ള കുട്ടിഘോഷണം ഉണ്ടല്ലോ, അത് അയാൾ ചെയ്തു. അതുകൊണ്ട് ആണ് ഈ സംഗതി ഇതിൻ്റെ അകത്ത്. പിന്നെ അയാൾ പറഞ്ഞതിൻ്റെ അകത്തും ശരിയല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറോ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഇത് യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് ഇത് വരിക. കുറവായിരിക്കും, അതിനയാൾ സീറോ എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. ചില കാര്യങ്ങൾക്കൊക്കെ വലിയ താരിഫ് തന്നെയാണ് അമേരിക്കയില്. അല്ല, പൊതുവെ 2.5%, 3% എന്ന് പറയാറുണ്ടല്ലോ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കയറ്റി വയ്ക്കുമ്പോൾ അവിടുത്തെ തീരുവ 2.5%, 3% ആയിരുന്നു. അതാണ് അയാള് പകരം തീരുവ 50 എന്നൊക്കെ പൊതുവെ പറയുന്നുണ്ടല്ലോ. പക്ഷേ അലുമിനിയം, സ്റ്റീല് തുടങ്ങി പല സംഭവങ്ങൾക്കും അങ്ങനെയൊന്നും അല്ലെന്നേ തീരുവ. അത് ഞാൻ പറയാം. ഇപ്പൊ പ്രധാനമായിട്ടും വ്യക്തത വന്നിരിക്കുന്നത് $500 ബില്യൺ കച്ചവടം ഇന്ത്യയുമായിട്ട് ഉറപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അയാൾ പറഞ്ഞൊരു കാര്യം. പൂജ്യത്തിന്റെ കാര്യം ഞാൻ ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു, എൻ്റെ മറ്റേ ടോക്കിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് വ്യക്തത വന്നിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് $100 ബില്യൺ കച്ചവടം ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അയാൾ പറഞ്ഞ $500 ബില്യൺ 5 കൊല്ലത്തേക്ക്, അങ്ങനെയാണ് കരാറിൽ വരുന്നത്. അതാണ് അപ്പോൾ $500 ബില്യൺ ഉറപ്പ് എന്നയാൾ പറയുന്ന അതാണ്. എന്ന് പറഞ്ഞാൽ 9 ലക്ഷം കോടി രൂപ. അതാണ് ഒരു കൊല്ലം ഉറപ്പ് വരുത്തുന്നത്. 5 കൊല്ലം എന്ന് പറയുമ്പോൾ 45 ലക്ഷം കോടി രൂപ. ഈ 45 ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബജറ്ററി ഇതിനു വേണ്ടിയിട്ട് കയറ്റുമതിക്കും ഒക്കെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള 53 ലക്ഷം കോടിയുടെ 85% വരുന്നൊക്കെ മനോരമയുടെ ഒരു തള്ളലുണ്ടായിരുന്നല്ലോ. ഇത് ഒരു വർഷം കൊണ്ട് $500 ബില്യൺ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. ഒരു വർഷത്തേക്ക് മറ്റേ $100 ബില്യൺ കച്ചവടം ഉറപ്പ്. 5 കൊല്ലത്തേക്ക് $500 ബില്യൺ. അതാണ് വ്യക്തത അതിൽ ഉണ്ട്. ഇത് കൂടുതലും നമ്മളുടെ ഈ കച്ചവടം ഉണ്ടല്ലോ, $100 ബില്യൺ വിമാനം, ടെക്നിക്കൽ ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക ഉൽപ്പന്നങ്ങൾ, പിന്നെ പ്രഷ്യസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളി, പ്ലാറ്റിനം, പല്ലാഡിയം, റോഡിയം, റുത്തീനിയം, ഇറീഡിയം, ഓസ്മിയം തുടങ്ങിയിട്ടുള്ള സ്വർണം, വെള്ളി കച്ചവടം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ തുകയായില്ലേ. അപ്പൊ ഈ $100 ബില്യൺ എന്ന് പറഞ്ഞാല് വിമാനം വലിയ വിലയല്ലേ. നമ്മൾ യുദ്ധവിമാനങ്ങൾ വാങ്ങണം, ബോയിങ്ങിന്റെ വിമാനം വാങ്ങണം എന്നൊക്കെ പുള്ളി നിർബന്ധിക്കാറില്ലേ. വലിയ ദാരിദ്ര്യത്തിലാണ് ട്രംപ്. തറവാടിയാണെങ്കിലും ദാരിദ്ര്യത്തിലാണ്. അതുകൊണ്ടാണ് ഈ വിമാനം നമ്മുടെ വിലക്ക് വെക്കാൻ ശ്രമിക്കുന്നത്. കച്ചവടം നടക്കണം. നമ്മൾ പക്ഷെ ഫ്രാൻസിലേക്കും ഒക്കെ പോയില്ലേ വിമാനം മേടിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഇത് വിമാനം, ടെക്നിക്കൽ ഉൽപ്പന്നങ്ങൾ, പ്രഷ്യസ് മെറ്റൽ, സ്വർണം, വെള്ളി തുടങ്ങിയവ കച്ചവടങ്ങൾ. പിന്നെ എണ്ണ. ഇപ്പൊ നമ്മുടെ 88% എണ്ണയും നമ്മൾ പുറത്തുനിന്നാണല്ലോ മേടിക്കുന്നത്. ലോകത്തിലെ 3ാമത്തെ എണ്ണ ഉപഭോഗ രാജ്യമാണ് ഇന്ത്യ. അപ്പോ എണ്ണ നമ്മളിപ്പോൾ കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉപഭോഗത്തിന്റെ 10% നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത് കുറച്ചിട്ടില്ല,
ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് നിർത്തുമൊന്നുമില്ല. കാരണം $1 മറ്റേ $20 മറ്റേ ബാരലിന് കുറവ് കിട്ടുമ്പോൾ എണ്ണ വിപണിയെ അമേരിക്കയോ ട്രംപോ അല്ല നിയന്ത്രിക്കുന്നത്. മാർക്കറ്റ് ഫോഴ്സസ് ആണ് എണ്ണ വിപണിയെ ആഗോളമായിട്ട് നിയന്ത്രിക്കുന്നത്. റോയിട്ടേഴ്സിന്റെ തന്നെ വാർത്താ ഏജൻസിയുടെ തന്നെ ഇത് സംബന്ധിച്ച് പല റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ എണ്ണ വിപണിയിൽ ആരാണോ പൈസ കുറച്ച് തരുന്നത് അത് നമ്മൾ മേടിക്കുക. വെനസ്വേലയുടെ എണ്ണ സൾഫറസ് ആണ്. നമ്മൾ സാധാരണ മേടിക്കുന്ന ബ്രെൻഡ് പോലെ നല്ലതല്ലത്, കട്ടി കൂടുതൽ ഉള്ളത് സൾഫറസ്. അപ്പോൾ അതുകൊണ്ട് ആഗോളതലത്തിൽ ഇപ്പൊ വെനസ്വേല $5 കുറയ്ക്കാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരും വെനസ്വേലയെ മൈൻഡ് ചെയ്യില്ല. പിന്നെ എണ്ണ ഉൽപാദനം വളരെ കുറവാണ്, അവിടെ നിന്ന് അധികം മേടിക്കാനൊന്നുമില്ല. പകുതിയും ചൈന കൊണ്ടുപോവുകയും ചെയ്യും. ഇതിന്റെ കണക്കൊക്കെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നതാണ്. അപ്പൊ വെനസ്വേലയിൽ നിന്ന് മേടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തോതിലൊന്നും നടക്കുന്നതല്ല. നമ്മളിപ്പോ ചെയ്യുന്നത് പോലെയൊക്കെ അങ്ങ് ചെയ്തു പോകും. മാർച്ചിൽ കാനഡ പ്രധാനമന്ത്രിയിൽ ഇന്ത്യയിൽ വരുമ്പോൾ നമ്മൾ ഒരു എണ്ണ കരാറ് കാനഡയുമായിട്ട് ഒപ്പുവെക്കും. കാനഡയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കാൻ പോവുകയാണ്. ഇതൊക്കെയാണ്. ആ രംഗത്ത് ട്രംപിനൊന്നും ചെയ്യാനില്ല. പിന്നെ ട്രംപ് ഈ വെനസ്വേല പിടിച്ചു കഴിഞ്ഞപ്പോൾ, മദുറോയെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ എണ്ണ ഭീമന്മാരെയൊക്കെ വിളിച്ചിട്ട് മീറ്റിംഗ് നടത്തിയിട്ട് വെനസ്വേലയിൽ നിങ്ങൾ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞു. കാരണം അവിടെ സ്വകാര്യ മേഖല ഇനി കയറി ചെന്നിട്ട് എല്ലാം വൃത്തിയാക്കി എടുക്കണ്ടേ, ദേശസാൽക്കരിച്ചല്ലേ. ഞങ്ങൾ തയ്യാറല്ല എന്ന് ഈ അമേരിക്കയിലെ എണ്ണ ഭീമന്മാർ പറഞ്ഞു. ഞങ്ങൾ വെനസ്വേലയ്ക്കും ഒന്നാമത് ഓരോ രാജ്യത്തെയും രാഷ്ട്രീയ സാഹചര്യം കച്ചവടത്തിന് പറ്റണ്ടേ. ഇപ്പോ പാകിസ്ഥാനിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങേണ്ടി വരുന്ന ട്രംപ് ഒരിക്കൽ പറഞ്ഞു നോക്കുന്നില്ലേ കഴിഞ്ഞ കൊല്ലം. എവിടുന്ന് മറ്റേ ആരാംകോയും ഷെല്ലും ഒക്കെ പാകിസ്ഥാനിൽ നിന്ന് ഓടിയതല്ലേ. ഇന്ന് ചൈന മറ്റേ എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ജീവനക്കാരെയും എഞ്ചിനീയർമാരെയും പാകിസ്ഥാനിൽ നിന്ന്. ബലൂചിസ്ഥാനിൽ പിൻവാങ്ങുകയാണ് അവർ, ഗ്വാദറിൽ നിന്നൊക്കെ പിൻവാങ്ങുകയാണ്. അക്രമം പടരുന്നു അല്ലേ. അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ ഈ പറയുമ്പോൾ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. പാകിസ്ഥാനിൽ എണ്ണ റിസർവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ആഗോള എണ്ണ ഭീമൻ അവിടെ പോയി ഡ്രില്ലിങ് നടത്തുവോ? വെട്ടിക്കൊള്ളില്ലേ? ഇത് മുഴുവൻ കിടക്കുന്നത് ബലൂചിസ്ഥാനിലല്ലേ. നടക്കില്ലത്. അതുപോലെ ഒരു അരക്ഷിതമായ അസ്ഥിരമായ സ്ഥലമാണ് വെനസ്വേല. അതാണ് പ്രശ്നം. പിന്നെ ഈ എണ്ണ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാനത് പറഞ്ഞല്ലോ. ആണവരംഗത്ത് ആണവോൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കും. കാർഷികോൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് നമ്മൾ വാങ്ങിക്കും. പക്ഷെ കാർഷിക രംഗവും ക്ഷീരരംഗവും നമ്മൾ തുറന്നു കൊടുക്കുന്നില്ല, അത് ഉറപ്പാണ്. അത് മറ്റേ പറഞ്ഞിരുന്നതാണ് മറ്റേ പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തേതിന്റെ ഇരട്ടി ആവും എന്നുള്ളതാണ്. 2025 ഇന്ത്യ $45.62 ബില്യൺ ഇറക്കുമതി ആണ് അമേരിക്കയിൽ നിന്ന് നടത്തിയിരിക്കുന്നത്. 45.62 ബില്യൺ. ഇത് ഇനി മുതൽ 100 ആവണം എന്നുള്ളതാണ് ഈ ട്രംപ് ഈ കരാറിൽ പറയുന്ന കാര്യം. 45.62 കയറ്റുമതി, ഇന്ത്യയുടെ കയറ്റുമതി അങ്ങോട്ട് $86.51 ബില്യൺ നമ്മൾ ഒരു കൊല്ലം $100 ബില്യൺ ചരക്ക് മേടിക്കണമെന്ന് ട്രംപ് മുതലാളി പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നത് കൂടുതലാണ്. $86 ബില്യൺ ഏതാണ്ട് അതിനോട് തുല്യമായിട്ട് വേണം, അല്ലെങ്കിൽ കമ്മി ഉണ്ടാവും. ഇതാണ് സംഭവം. അങ്ങോട്ട് കയറ്റി അയക്കുന്നതിന് തുല്യമായിട്ട് ഇങ്ങോട്ടും വേണം. ഇത് നമ്മൾ ഈ കയറ്റുമതി ഇറക്കുമതിയെ പറ്റിയൊന്നും ആളുകൾക്ക് അറിഞ്ഞൂടാ, പലർക്കും അറിഞ്ഞൂടാഞ്ഞിട്ടാണ്. ഈ കാശ് മൊത്തം അങ്ങോട്ട് കൊടുക്കുകയല്ല, ഇത് വ്യാപാര കമ്മി എന്നൊക്കെ പറയുന്നത്. കയറ്റി അയക്കുന്നത് ഇത്ര തുക, ഇറക്കുമതി ചെയ്യുന്ന ഇത്ര തുക. ഈ കമ്മി പിന്നീടുള്ള കച്ചവടത്തിൽ കയറ്റുമതിയിലും ഇറക്കുമതിയിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്, കാശ് കൊടുക്കുക എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതൽ സാധനങ്ങൾ കയറ്റി അയക്കുന്നത് പോലെ നിങ്ങൾ ഇറക്കുമതി ചെയ്യുകയും കൂടി വേണം അമേരിക്ക പറഞ്ഞു. നമ്മൾ $86.51 ബില്യൺ 2025 കയറ്റി അയച്ചത്
ഒരു $14 ബില്യൺ കൂടി കൂട്ടുക ഒരു കൊല്ലം. മനസ്സിലായില്ലേ? ഇതാണ് ലളിതമാണിത് മനസ്സിലാക്കിയാൽ. പിന്നെ മനോരമയ്ക്ക് മനസ്സിലാകുന്നില്ല, മനസ്സിലാക്കണം എന്നില്ല, അതിന്റെ വേറെ. അപ്പൊ ട്രംപ് പറഞ്ഞത് ഈ $500 ബില്യൺ 5 കൊല്ലം എനർജി, ടെക്, കൃഷി, എനർജിയിൽ പെടുന്നതാണ് ഈ കൽക്കരിയൊക്കെ. എനർജിയിൽ പെടുന്നതാണ് ആണവ ഉൽപ്പന്നങ്ങൾ. ഇത് എണ്ണയും ഗ്യാസും മാത്രമല്ല. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണം എന്ന് മാത്രമല്ല, കൽക്കരി, ഈ പറഞ്ഞ ആണവോൽപ്പന്നങ്ങൾ, യുറേനിയം തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ അന്തക വിത്തുകളൊന്നും മേടിക്കുന്നില്ല എന്നുള്ളത് കരാറിന്റെ ഭാഗമായി വരും. ഉദാഹരണത്തിന് സോയാബീൻ, പൗൾട്രി, മുട്ട തുടങ്ങിയ സംഭവങ്ങൾ, ചോളം, ധാന്യങ്ങൾ, കോൺ തുടങ്ങിയ സംഭവങ്ങൾ, ഇതൊന്നും നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കില്ല. സോയാബീൻ നമ്മൾ അവിടെ നിന്ന് മേടിക്കണം. അത് കൃഷി ചെയ്യുന്ന 2 സംസ്ഥാനങ്ങളുണ്ട് അവിടെ. അവർ ട്രംപിനൊക്കെ ആ കത്തൊക്കെ അയച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വായിക്കാറുള്ളതാണ്. പക്ഷെ നമ്മൾ മേടിക്കില്ല സോയാബീൻ. നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നൊക്കെ ഉണ്ട് ഇതൊക്കെ. അതുപോലെ നമ്മൾ ഇനി മേടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പരുത്തി, പയറ്, ചെസ്റ്റ്നട്ട്, ഉള്ളി, അവയിലൊക്കെ ഒരു കോട്ട കൊടുക്കും. എന്നാൽ എന്ന് പറഞ്ഞാൽ പരിധി വെക്കും കോട്ട. ആപ്പിൾ അമേരിക്കയിൽ നിന്നും മേടിക്കും. പക്ഷെ അത് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട് ആപ്പിള്. ഉദാഹരണത്തിന് ന്യൂസിലൻഡിൽ നിന്ന് ആപ്പിൾ മേടിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറിൽ കിവി, പിയർ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മേടിക്കും. ഇനി അത് കുഴപ്പമില്ലല്ലോ. അതുപോലെ വൈൻ, മദ്യം, ബീർ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു. നമ്മൾ 2 ഡസൻ ഉൽപ്പന്നങ്ങൾ തീരുവ ഈ നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ തന്നെ കുറച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രശ്നം സത്യത്തില് ഏതാണ്ടൊക്കെ അവസാനിച്ചു എന്ന് പറയാം. ബജറ്റിൽ തന്നെ ഇത് കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട്. തീരുവ കുറച്ചിട്ടുണ്ട് 2 ഡസൻ ഉൽപ്പന്നങ്ങൾക്ക്. ഈ കരാറിന്റെ ഈ ട്രംപ് പറയുന്നതിന് തലേന്ന് തന്നെ ആ ബജറ്റിൽ ചെയ്തിട്ടുണ്ട്. കൃഷി, ക്ഷീരമേഖല അത് സംരക്ഷിച്ചിട്ടുണ്ട്. PM അതുപോലെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് കർഷകരുടെ സുരക്ഷ നമ്മൾ നോക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്ഷീരമേഖലയെ ഒഴിവാക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ കാർഷിക സെക്രട്ടറി ബ്രൂക്ക് കോളിൻസ് പറഞ്ഞു കൂടുതൽ അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യ മേടിക്കും. 2024 അമേരിക്കയുടെ കാർഷിക കമ്മി $1.3 ബില്യൺ ആയിരുന്നു. അത് കുറയ്ക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഏത് കാർഷികോൽപ്പന്നങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്നതെന്നും പറഞ്ഞില്ലേ? വ്യക്തമല്ലേ? ഇനി ഇന്ത്യൻ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഫാർമേഴ്സ് ICCF അവര് കഴിഞ്ഞ കൊല്ലം പീയൂഷ് ഗോയലിനൊരു കത്തെഴുതി. മൊത്തം കാർഷിക രംഗത്തിന് തുറന്നു കൊടുക്കരുത് അമേരിക്കയ്ക്ക്. ചൈന, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്ക് 2018 മുതൽ അമേരിക്കയുമായിട്ട് വാണിജ്യ യുദ്ധം ഉണ്ട്. മെക്സിക്കോ, കാനഡ, ചൈന വ്യാപാര യുദ്ധം ഉണ്ട്. അമേരിക്കയുടെ കാർഷിക കമ്മി ഇരട്ടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ രാജ്യങ്ങളൊക്കെ അങ്ങോട്ട് കാർഷികോൽപ്പന്നങ്ങൾ കൂടുതലാണ് കയറ്റി അയക്കുന്നത്, ഇറക്കുമതി കുറവ്. അത് അമേരിക്കയിൽ ഒരു പ്രതിസന്ധി ഉണ്ട്, നിങ്ങളും വാങ്ങിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കാർഷിക കമ്മി അവിടെ ഇരട്ടിച്ചു. അതിനാൽ കാർഷികോൽപ്പന്നങ്ങൾ അമേരിക്ക ഡംപ് ചെയ്യാനൊരു ശ്രമം ഉണ്ടെന്ന് ഈ സംഘടന പറഞ്ഞിരുന്നു. ആ ഡംപിങ് നമ്മൾ അനുവദിക്കരുത്, ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ മേടിക്കരുത് എന്നുള്ളത്. സോയാബീൻ കയറ്റുമതി $34.4 ബില്യൺ ആയിരുന്നു 2022. അത് 2024 24.5 കുറഞ്ഞു. അമേരിക്കയിൽ സോയാബീൻ കുറഞ്ഞു. അത് അന്തക സാധനമായതുകൊണ്ട് മേടിക്കണ്ടെന്ന് വെച്ചതാണ്. ചോളം 18.6 നിന്ന് 13.9 കുറഞ്ഞു. അവിടെ കയറ്റുമതി അവിടുത്തെ കർഷകരെ ബാധിച്ചു. സോയാബീൻ, ചോളം ഇതൊക്കെ മേടിക്കണം എന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊന്നും നമ്മൾ മേടിക്കില്ല. ഈ മലയാള മനോരമയിൽ തന്നെ JNUവില് ഇത്തരം കാര്യങ്ങളുടെ പ്രൊഫസറായിരുന്ന ബിശ്വജിത് ധർ എഴുതിയൊരു ലേഖനം അകത്തെ പേജിലുണ്ട്.
ഒന്നാമത്തെ പേജില് ഈ നെഗറ്റീവ് ഒരു വ്യക്തതയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ കരാറിന്റെ പൂർണ്ണ രൂപം കിട്ടണ്ടേ, ഒപ്പിടണ്ടേ, സംയുക്ത പ്രസ്ഥാനം വരണ്ടേ, ഇരിക്കട്ടെ. അകത്ത് വിശ്വജിത് ദർ ജയിലിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസർ എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒരു വാചകം ഞാൻ വായിക്കാം, മനോരമ തന്നെ ഉള്ളത്. 18% ഈ നികുതി എന്നത് ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് നല്ലതാണ്. 18% എന്ന് പറയുന്നത് ഇന്ത്യക്ക് മത്സരക്ഷമത വർദ്ധിപ്പിക്കും. കാരണം അവയ്ക്കെല്ലാം 19 മുതൽ 20% വരെയൊക്കെയാണ് ഏഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്ക്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, മ്യാൻമർ, വിയറ്റ്നാം തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്ക് 20, 24, 19 ഒക്കെയാണ്. നമുക്ക് 18 ഉള്ളൂ. നമ്മുടെ പ്രശ്നം വിയറ്റ്നാമൊക്കെ നമ്മളെക്കാൾ കൂടുതൽ കയറ്റി അയക്കുന്നുള്ളതായിരുന്നല്ലോ, 50 ആയതുകൊണ്ട്. വിയറ്റ്നാമിന് കുറച്ചു കൊടുത്ത് എന്താന്ന് വെച്ചാൽ വിയറ്റ്നാമിൽ ഒരു ഗോൾഫ് കോഴ്സിന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ട്രംപിന് അനുമതി കൊടുത്തു. ഒരു ബോർഷ്വയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചെയ്ത് കൊടുക്കാമായിരുന്നോ? പിണറായി വിജയന് ഇത് ആലോചിക്കണ്ടേ? പി രാജീവും MA ബേബിയും ഒക്കെ. അവിടെ നിന്ന് ഈ ലോങ്കൻ എന്ന് പറഞ്ഞൊരു പഴമുണ്ട്, ഇവിടെ നമുക്ക് കിട്ടുമത്. ലോങ്കൻ വല്ലപ്പോഴും ഒക്കെ ഞാൻ മേടിക്കാറുണ്ട്. ഈ ലോങ്കൻ എന്ന് പറയുന്നത് ലോങ്കൻ ഫാമുകൾ ധാരാളം ഉണ്ട്. ഈ ലോങ്കൻ കർഷകരുടെ ഫാമുകളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടാണ് ഈ ഗോൾഫ് കോഴ്സിന് സ്ഥലം കൊടുത്തത് വിയറ്റ്നാമിൽ. എന്നിട്ടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ വർത്താനം പറയുന്നത്. അപ്പൊ ഇന്ത്യക്ക് മത്സരക്ഷമത കൂട്ടും. കാരണം ഏഷ്യയിൽ ഏറ്റവും കുറവ് തീരുവ ഇപ്പൊ ഇന്ത്യക്കാണ്, 18%. അപ്പൊ ഇന്ത്യ വിജയിക്കുകയല്ലേ ചെയ്തത്. ഇവയ്ക്കെല്ലാം ഇന്ത്യയുടെ കയറ്റുമതി 23 നിന്ന് 18 കുറഞ്ഞത് കൂടുകയും ചെയ്യും. ഇന്ത്യയുടെ കയറ്റുമതി കൂടും. വിശ്വജിത് ദർ പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിലില്ലാത്ത ഞാൻ പറയാം, ഇന്ത്യ മറ്റേ രൂപയുടെ വില കൂടിയല്ലോ ഇന്നലെ തന്നെ. അതെ, കൂടി. കാരണം രൂപയുടെ വില കുറഞ്ഞു വരികയായിരുന്നു ഡോളറുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ. അത് ശരിയായി. അപ്പോ ഡോളറിന്റെ വില ആഗോളതലത്തിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 9% ഇടിഞ്ഞു കഴിഞ്ഞ ഒരു കൊല്ലം. പക്ഷെ ഇന്ത്യയുടെ കറൻസി രൂപ കുറഞ്ഞു വരികയായിരുന്നു, ഇപ്പൊ അത് ശക്തമായി. പിന്നെ നിലവില് ഇനി മറ്റു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ, ഈ തീരുവയുടെ. നിലവില് അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന 66% ചരക്കിനും ഉയർന്ന തീരുവയാണ് അവിടെ ചുമത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ 2.5%, 3% അല്ല. അതിൽ 55.8%-നും 50% പകരം തീരുവ ചുമത്തി, 50%. ബാക്കി 10.2%-ന് ഉയർന്ന തീരുവ പണ്ടേ ഉണ്ട്. എന്ന് പറഞ്ഞാല് സ്റ്റീൽ, അലൂമിനിയം, ചെമ്പ് ഉദാഹരണമായിട്ട് അവയ്ക്ക് 50% തീരുവ നേരത്തെ ഉണ്ട്. അതിലുള്ള കച്ചവടം 77,846 കോടി രൂപയാണ്. സ്റ്റീല്, അലൂമിനിയം, ചെമ്പ്. അതിന് അമേരിക്കയിൽ 50% തീരുവ നേരത്തെ തന്നെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കച്ചവടം നടക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക്, കാശ് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവിടെ 2.5% അല്ല തീരുവ, 50% പണ്ടേ ഉണ്ട്. അത് ഈ പകരം തീരുവയല്ല, അല്ലാത്ത തീരുവ ഉണ്ട്. ഇതൊക്കെയാണ് വാസ്തവം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് വലിയ നേട്ടമാണ് ഈ കരാർ, ഒരു സംശയവും അക്കാര്യത്തിലില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.